ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശരിക്കും ഭയാനകമായ ഒരു അനുഭവമാണ്. ഒരു ദുരാത്മാവിൻ്റെ ഒരു അനുഭവം. ഈ ഒരു സംഭവം നടന്നത് 2025 മെയ് മാസത്തിലാണ്. അതും നമ്മുടെ കേരളത്തിലല്ല, മറിച്ച് ബാംഗ്ലൂരിലെ ഒരു ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലുകളിലെ പ്രേതശല്യത്തെക്കുറിച്ച് നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണും. എന്നാൽ ഇത് അത്തരമൊരു വീഡിയോ അല്ല. ഈ ഒരു അനുഭവം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം പേടിക്കുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കുക. ഇത്തരം അനുഭവം ഞാനുമായി നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എൻ്റെ ഇൻസ്റ്റാ ID വഴി നിങ്ങൾക്ക് എന്നോട് മെസ്സേജായോ വോയിസായോ ആ ഒരു അനുഭവം പങ്കുവയ്ക്കാവുന്നതാണ്. ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചത് തൃശ്ശൂർ ആമ്പല്ലൂരിലുള്ള പവിൻ എന്ന് പറയുന്നൊരു സുഹൃത്താണ്. പവിൻ ബാംഗ്ലൂരിൽ 2ാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അതായത് 2ാമത്തെ വർഷമാണ് ഈ വർഷം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ 2 വർഷമായിട്ട് ഈ 2025 അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത് എന്ന്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. 2024 അദ്ദേഹം നേഴ്സിംഗ് പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. 2024 ആ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കൂടെയുള്ള കുട്ടികളും ക്ലാസ് റൂമും ഹോസ്റ്റൽ റൂമും എല്ലാം വളരെ നല്ലതായിരുന്നു. 6 പേരായിരുന്നു ഒരു റൂമിൽ. എല്ലാവരും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഒരു വർഷം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു വർഷത്തിന് ശേഷം 2025 ഇവരുടെ ഹോസ്റ്റലെല്ലാം ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി ഇവരെല്ലാം അവിടെ നിന്നും വേറൊരു ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത്. ഇവരുടെ ഹോസ്റ്റൽ മൊത്തമായിട്ട് മാറ്റിയില്ല, പകരം ഇവരുടെ ആ ഒരു ബ്ലോക്ക് മാത്രം, അതായത് പവിനെല്ലാം താമസിക്കുന്ന ആ ഒരു ബ്ലോക്ക് മാത്രമാണ് മാറ്റിയതും. അതും ഒരുപാട് ദൂരേക്കൊന്നുമല്ല, അവിടെ തന്നെ അടുത്ത് തന്നെ മറ്റൊരു ഹോസ്റ്റലുണ്ടായിരുന്നു, അവിടേക്കാണ് മാറ്റിയത്. 3 നിലകളായിട്ടുള്ള 3 ബ്ലോക്കുകളുള്ള ഒരു ഹോസ്റ്റലിലേക്കാണ് ഇവരെ മാറ്റിയത്. അതിൽ 2 ബ്ലോക്കുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു ബ്ലോക്ക് അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒരു മാസം ആ ഒരു പുതിയ ഹോസ്റ്റലായിരുന്നു ഇവരുടെ ജീവിതം. അവിടെ തന്നെ ഫുഡും എല്ലാം ഉണ്ട്. അവിടുന്ന് തന്നെ അവരെ കോളേജിലേക്ക് ബസ്സും അറേഞ്ച് ആക്കിയിരുന്നു. ഇവരുടെ ഹോസ്റ്റലിലേക്ക് സിഗരറ്റ്, ആൽക്കഹോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലൗഡ് ആക്കിയിരുന്നില്ല. എല്ലാ ഹോസ്റ്റലിലും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഒളിച്ചും പാത്തുമെല്ലാം ഇവരതെല്ലാം അകത്ത് കൊണ്ടുവരുമായിരുന്നു. പവിനും അവൻ്റെ സുഹൃത്തുക്കളും മദ്യപിക്കുമായിരുന്നു. അതും എപ്പോഴുമില്ല, വല്ലപ്പോഴുമെല്ലാം. അങ്ങനെ ആ ആഴ്ചയുടെ അവസാനം ഞായറാഴ്ച ഇവരെല്ലാവരും പുറത്തു പോയി കറങ്ങി. ആരും അറിയാതെ, സെക്യൂരിറ്റി പോലും അറിയാതെ ഇവർ ഒരു കുപ്പി അകത്തേക്ക് കൊണ്ടുവന്നു. ആ ഒരു മദ്യം കഴിക്കാനായി ഇവർ കണ്ടെത്തിയ സ്ഥലമെന്ന് പറയുന്നത് അവരിപ്പോൾ താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റലിൽ പ്രവർത്തനമല്ലാത്ത മറ്റൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ബ്ലോക്കാണ്. ആ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ ഗേറ്റ് എല്ലാം വെച്ച് പൂട്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് കയറാൻ പറ്റുകയില്ല. പക്ഷേ ഇവർ ഒരു കാര്യം വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലായി ഒരു ഇരുമ്പിൻ്റെ പടിക്കെട്ടുണ്ട്. അത് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ളതാണ്. അവർ ആ ഒരു കുപ്പി എടുത്ത് ആ ഒരു ബാഗിലാക്കി മുകളിലേക്ക് ആ ഒരു സ്റ്റെപ്പിലൂടെ കയറി. മുകളിലെത്തി ഫോണിൻ്റെ ഫ്ലാഷും തെളിച്ച് വെച്ച് ഒരു മൂലയ്ക്കായി അവരിരുന്നു. അങ്ങനെ ഓരോ കഥയും വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് അവർ ആ ഒരു തണുപ്പത്ത്, ആ ഒരു ഇരുട്ടത്ത്, മൊബൈൽ വെളിച്ചത്തിൽ ഓരോരുത്തരായി മദ്യം ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ നേരം പോയത് അവരറിഞ്ഞില്ല. ഏകദേശം 1 മണി 1:30 വരെ അവർ അവിടെ തന്നെ ഇരുന്നു. തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് മദ്യപാനത്തിൻ്റെ ആ ഒരു ആസക്തിയിൽ അവർക്ക് താഴേക്കിറങ്ങാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനെ മറ്റൊരു വഴി അവർ നോക്കിയപ്പോഴാണ്
ടെറസിന് മുകളിലെ ബാൽക്കണി റൂമിലെ ഡോർ തുറന്നു കിടക്കുന്നവർ കണ്ടത്. അപ്പോൾ അവരെല്ലാവരും ഇതിൽ കൂടെ തന്നെ താഴെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ താഴെ ആ ഗേറ്റ് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് എങ്ങനെ വെളിയിൽ കിടക്കാമെന്ന് അവർ ചിന്തിച്ചു. എന്തായാലും താഴെ പോയിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ 6 പേരും കൂടി പതിയെ അതിലൂടെ താഴേക്ക് ഇറങ്ങി. ഒരാളുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റും തെളിച്ച് മുന്നിൽ നടന്നു. പവിൻ 3-മതായാണ് നടന്നത്. പവിൻ്റെ ബേക്കിൽ 3 പേരും. അങ്ങനെ അവർ 6 പേരും കൂടി പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങി. 2-മത്തെ നില എത്തിയപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആരും താമസമില്ലാത്ത ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മൂലയിലെ ഒരു റൂമിൽ മാത്രം വെളിച്ചം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ഒരു ബിൽഡിങ്ങിലും ആരൊക്കെയോ താമസിക്കുന്നുണ്ട് എന്ന്. അവർ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ആരും ആ ഒരു റൂമിൻ്റെ അടുത്തേക്ക് പോകണ്ട, പകരം ആരും അറിയാതെ പതുക്കെ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആരെങ്കിലും താമസിക്കുന്നതുള്ളത് കൊണ്ട് തന്നെ താഴത്തെ ഗേറ്റ് തുറന്നിരിക്കുമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവർ പതുക്കെ താഴേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ആ ഒരു റൂമിൽ നിന്നും ചില പെൺകുട്ടികൾ സംസാരിക്കുന്ന ശബ്ദം അവർ കേട്ടത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു ലേഡീസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് ഇങ്ങോട്ട് ആരും കയറാതിരിക്കാനാണ് ഇത് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന്. പക്ഷേ രാവിലെ പുറമേ നിന്ന് നോക്കുമ്പോഴും രാത്രി നോക്കുമ്പോഴും എപ്പോഴും ഇത് പൂട്ടിത്തന്നെയാണ് കിടക്കുന്നത്. ഇതുവരെ ഇതിനുള്ളിൽ ആരെയും അവർ കണ്ടിട്ടുമില്ല. എല്ലാവരും മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചിന്തിക്കാനൊന്നും അവർക്ക് സമയമുണ്ടായില്ല. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പവിൻ കൂട്ടത്തിലുണ്ടായിരുന്ന രാഹുലിനെയും വിളിച്ച് അങ്ങോട്ട് പോയി. അവർ ആ ഒരു റൂമിന് അടുത്ത് ചെന്നപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ആ റൂം അടച്ചിട്ടിരിക്കുന്നു. നേരത്തെ കണ്ട പോലെ ലൈറ്റുകളൊന്നും തെളിഞ്ഞിട്ടുമില്ല. ഉള്ളിലേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാണ് അവർ മറ്റൊരു കാര്യം കണ്ടത്. ആ റൂം ഒരുപാട് കാലം ഉപയോഗിക്കാതെ വൃത്തിഹീനമായി കിടക്കുന്നു. ഉള്ളിലെ ബെഡും മറ്റു കാര്യങ്ങളും എല്ലാം അതേപോലെ വളരെ വൃത്തിഹീനമായി പൂട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ പവിനും രാഹുലിനും ആകെ ഒരു കൺഫ്യൂഷനായി. ഇനി കള്ളു കുടിച്ചുകൊണ്ട് തോന്നിയതാണോ, എന്താ സംഭവമെന്ന് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ അവർ തിരിച്ച് അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നടന്നു. അങ്ങനെ നടന്നു വരുമ്പോഴാണ് പവിൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവരുടെ സുഹൃത്തുക്കൾ നിൽക്കുന്നതിന് തൊട്ടടുത്തായി ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഇതൊരു തോന്നലാണോ എന്ന് പവിന് ഉള്ളിൽ തോന്നിയപ്പോഴാണ് രാഹുൽ പവിനോട് പറയുന്നത്, ദേടാ അവരുടെ അടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ പവിനും ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നി. പക്ഷേ ആ ഒരു ഭയം കാണിക്കാതെ അവർ പതിയെ പതിയെ അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നടന്നു. അങ്ങനെ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ഒരു പെൺകുട്ടിയെ അവിടെ കാണാനില്ല. അവിടെ ചെന്നപ്പോൾ ആ ഒരു സുഹൃത്തുക്കൾ അവരോട് ചോദിച്ചു, നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ പവിനും രാഹുലും പറഞ്ഞു, ഞങ്ങളവിടെ ആരെയും കണ്ടില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ ലൈറ്റെല്ലാം ഓഫായി കിടക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ലൈറ്റ് ഓഫായി കിടക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഞങ്ങൾക്കും അത് ലൈറ്റ് ഓഫായി കിടക്കുന്നത് തോന്നണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി പുറത്തിറങ്ങി വന്ന് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ, അതാരാ എന്ന് അവർ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പവിനും രാഹുലും ഒന്ന് ഞെട്ടി. ഏത് പെൺകുട്ടി? ഞങ്ങളവിടെ ചെന്നപ്പോൾ ലൈറ്റെല്ലാം ഓഫായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാ ഒന്ന് തിരിഞ്ഞു നോക്ക്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ആ ഒരു റൂമിൻ്റെ അവിടെ ലൈറ്റ് കാണാം. മാത്രമല്ല ഇവർ ഏത് പെൺകുട്ടിയാണ് അവരടുത്തത് കണ്ടതെന്ന് അവർക്കും മനസ്സിലായില്ല. കാരണം അവരവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. ആ മുറി ഒരു പാഴടഞ്ഞ പുരാവസ്തു പോലെ കിടക്കുകയായിരുന്നു. ഇവർ നിൽക്കുന്ന അവിടെ ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം പവിനും രാഹുലും അവരോട് പറഞ്ഞില്ല. മറിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അവർ 2-മത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് ഇറങ്ങി. അവർ താഴത്തെ നിലയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മുകളിൽ നിന്നും സ്റ്റെപ്പിലൂടെ ആരോ ഓടി വരുന്നൊരു ശബ്ദം അവർ കേൾക്കുന്നത്. ഈ ഒരു ശബ്ദം കേട്ടതും അവരെല്ലാവരും പേടിച്ച് അവിടെ ഉണ്ടായിരുന്നൊരു മുറിയിലേക്ക് കയറി. ആ ഒരു മുറിയിൽ കയറിയതും ആ ഒരു ശബ്ദം പതിയെ പതിയെ അവരുടെ അടുത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നി. ആ ഒരു മുറിയിലാണെങ്കിൽ വല്ലാത്തൊരു ചോരയുടെ ഒരു
രക്തത്തിൻ്റെ മണമായിരുന്നു. അവരെല്ലാവരും പേടിച്ച് ആ ഒരു മുറിയുടെ ഒരു മൂലയിലേക്ക് പോയിരുന്നു. അവർ 6 പേരും ആ ഒരു മൂലയിൽ ചേർന്നിരുന്നപ്പോഴാണ് ആ ഒരു റൂമിൻ്റെ ജനലിനരികിലൂടെ ഒരു പെൺകുട്ടിയുടെ രൂപം നടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയുടെ രൂപം അങ്ങോട്ട് പോയ പോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് നടന്നു. കാലിൽ കൊലുസിൻ്റെ ശബ്ദമോ പൊട്ടിച്ചിരികളോ ഇല്ലാത്ത ആ ഒരു രൂപം പതിയെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വേർത്ത് കുളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു രൂപം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അപ്രത്യക്ഷമായി. അതിൻ്റെ ശല്യമോ ഒന്നും ഉണ്ടായില്ല. പതിയെ ഇവർ ആ ഒരു റൂമിൽ നിന്നും എങ്ങനെയെങ്കിലും വെളിയിൽ കിടക്കണമെന്നായി. ഈ ഒരു സമയമായപ്പോഴേക്കും അവർ മദ്യപിച്ചതിൻ്റെ ആ ഒരു കെട്ടെല്ലാം അവർക്ക് ഇറങ്ങിയിരുന്നു. കാരണം എല്ലാവരും പേടിച്ച് അത്രയും അധികം വിറച്ചിരുന്നു. പെട്ടെന്ന് അവരുടെ ആ റൂമിൽ അവരെ കൂടാതെ വേറെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ അവർക്ക് തോന്നി. മാത്രമല്ല ആരോ ഉച്ചത്തിൽ ശ്വാസമെടുക്കുന്ന പോലെയും ഒരു ശബ്ദം അവർക്ക് കേട്ടു. ഇവരെല്ലാവരും ആ ഒരു ശബ്ദം കേട്ട് പേടിച്ച് ഓടിടാൻ തുടങ്ങി. ഇവരെ ശബ്ദം കേട്ട് ആ ഒരു സെക്യൂരിറ്റി വന്നു. ആ ഒരു സെക്യൂരിറ്റി ഡോറ് തുറന്ന് ഇവരെല്ലാവരും വെളിയിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഇവർക്കെല്ലാവർക്കും പേടിച്ച് പനി പിടിച്ചു. മാത്രമല്ല ഈ ഒരു വിവരം സെക്യൂരിറ്റി കോളേജ് അധികൃതരെ അറിയിച്ചതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും 3 മാസത്തെ സസ്പെൻഷൻ കിട്ടി. അങ്ങനെ ഇവർക്ക് സസ്പെൻഷൻ കിട്ടി നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഇവരോട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹോസ്റ്റലിലെ സീനിയേഴ്സായ ആൾക്കാർ അവരോട് പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ഒരു ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റലായിരുന്നു എന്നും അവിടെ അടച്ചിട്ടിരുന്ന ആ ഒരു ബ്ലോക്കിൽ 3 പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു പെൺകുട്ടി മരണപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി. അങ്ങനെ 3 പെൺകുട്ടികൾ മരണപ്പെട്ടു. അതിനുശേഷം ആ ഒരു 3 പെൺകുട്ടികളുടെ ആത്മാക്കൾ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായും മറ്റു പെൺകുട്ടികൾ ഇതെല്ലാം കണ്ട് പേടിക്കുന്നതായും അവരവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഒരു പെൺകുട്ടിക്ക് മാനസിക നില ആകെ തെറ്റി. അങ്ങനെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കോളേജിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും കേസിന് പോവുകയും എല്ലാം ചെയ്തു. അങ്ങനെ ആ ഒരു ഹോസ്റ്റൽ അടച്ചു പൂട്ടി പിന്നീട് അതൊരു ബോയ്സിൻ്റെ ഹോസ്റ്റലാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് ബോയ്സിൻ്റെ ഹോസ്റ്റലാക്കിയപ്പോഴും ഏകദേശം 3 മാസം മാത്രമേ ആ ഒരു ബ്ലോക്ക് പ്രവർത്തിച്ചുള്ളൂ. കാരണം ഇതേപോലെ അനുഭവങ്ങൾ അവിടെ താമസിച്ച മറ്റ് ആളുകൾക്കും അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ അടച്ചു പൂട്ടി സീൽ വെച്ചു. അവിടെയാണ് ഇവർ കയറി മദ്യപിച്ച് ഇതെല്ലാം കണ്ടത്. ഇത് മദ്യലഹരിയിൽ കണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെ താമസിക്കുന്ന മറ്റ് പലരും ഇതെല്ലാം കാണാറും കേൾക്കാറുമുണ്ട്. പക്ഷേ അവരാരും ഒരു ടൈം കഴിഞ്ഞാൽ പുറത്തിറങ്ങാറുമില്ല. ആ ഒരു ബ്ലോക്കിൻ്റെ പരിസരത്തേക്ക് പോകാറുമില്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഇവർ തിരിച്ചു ചെന്നപ്പോഴേക്കും ഇവരുടെ പഴയ ഹോസ്റ്റലിൻ്റെ പണിയെല്ലാം പൂർത്തിയായിരുന്നു. അങ്ങനെ 6 പേർക്കും ഇപ്പോൾ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ ആരും ഇപ്പോൾ രാത്രിയിൽ അധികം പുറത്തിറങ്ങി നടക്കാറില്ല. ഈ ഒരു അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ടാവാം. ഈ വീഡിയോ കേൾക്കുന്നതിൽ ഗേൾസും ബോയ്സും ഉണ്ടാകാം. നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇത്തരം ഭയാനകമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് അയക്കണം. നിങ്ങളുടെ അനുഭവം ഒരു വീഡിയോയായി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കില്ല. മറിച്ച് നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് മാത്രമായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.